വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ MBBS ജേർണിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാവുന്ന കുറച്ച് നല്ല യൂട്യൂബ് വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോനെ 2 സെക്ഷൻ ആയിട്ടായിരിക്കും പറയുന്നത്. ഫസ്റ്റ് സെഷനിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് വീഡിയോസ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് പറയുന്നത്. അതായത് എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ, നോട്ട് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എല്ലാത്തിനുമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാനിവിടെ ഫസ്റ്റ് സെഷനിൽ പറയുന്നത്. സെക്കൻഡ് സെഷനിൽ മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഞാനും നമ്മൾ ഫസ്റ്റ് ഇയർ കയറുന്ന സമയത്ത് കുറേ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് റെക്കമെൻഡ് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, അതുമായിരിക്കും പറയുന്നത്. കാരണം ആ വീഡിയോസ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനെ ഇരുന്ന് നോക്കി കുറേ പേര് പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് കണ്ടു നോക്കി. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി തോന്നാം, എല്ലാവർക്കും ഒരേപോലെ അല്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ അത് നോക്കി സെലക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് അനാറ്റോമിയാണ്. ഞാൻ അനാറ്റോമിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാനും രണ്ടിനും കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ എപ്പോഴും കാണുമായിരുന്നു. അതെന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ മോസ്റ്റ്ലി കാണാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എ മൊമെന്റ് നമുക്ക് 2 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, നമുക്ക് ഒരു ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കും, ആ ടോപ്പിക്സിന്റെ ഒരു നോട്ടും നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഐഡിയ കിട്ടും. അതായത് ഞാൻ അത് തന്നെ എടുത്ത് നോട്ട്ബുക്കിൽ എഴുതത്തില്ല, അത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, എങ്ങനെ എഴുതണോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ഇത് കാണാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ഒക്കെ വന്ന സമയത്തായിരുന്നു കൂടുതലായിട്ട് ഞാൻ കണ്ടു തുടങ്ങിയത്. അതിന് ശേഷമായിരുന്നു അബ്ഡോമനൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ല യൂസ്ഫുൾ ആയിട്ടായിരുന്നു തോന്നിയത്. സോ നിങ്ങൾക്ക് അത് ജസ്റ്റ് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇനി രണ്ടാമതായിട്ട്, പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കൊരു ഐഡിയ കിട്ടിയത്, എങ്ങനെയാണ് ഒരു നോട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നെ അതിനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു ഏഞ്ചലീന ഐസക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിങ്ങനെ കുറേ തപ്പിപ്പിടിച്ച് എനിക്ക് കിട്ടിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു അത്. അപ്പം ഈ ഒരു യൂട്യൂബ് ചാനലായിരുന്നു എനിക്ക് എങ്ങനെ നോട്ട് എഴുതണം, എങ്ങനെയൊക്കെയാണ് നമുക്കൊരു പ്രസന്റേഷൻ വെക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ, ഒരു ബേസിക് ഐഡിയ കിട്ടിയത് ഈ ഒരു യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴാണ്. സോ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അനാറ്റോമി മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കാനും നോട്ട് ഉണ്ടാക്കാനും പ്രാക്ടിക്കലും എല്ലാം ആയിട്ട് ഞാനൊരു വീഡിയോ അനാറ്റോമിയുടെ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് എൻ്റെ നോട്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഡിലേ ആക്കി കൊണ്ടുപോകുന്ന വേറെ ഒന്നല്ല, എനിക്ക് അടുത്ത ആഴ്ച എൻ്റെ ഇൻറ്റേർണൽ എക്സാം ആണ്. അതായത് എനിക്ക് ആ ആഴ്ച ഫുൾ എക്സാം ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ 6 ദിവസം ഇൻറ്റേർണൽ എക്സാം ആണ്. സോ അപ്പം എനിക്കിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട്, കാരണം എനിക്ക് എക്സാമിൻ്റെ ടെൻഷൻ നല്ലപോലെ ഉണ്ട്. ഇങ്ങനെ ചിരിച്ചിരുന്നാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല പീസ്ഫുൾ ആയിട്ട് നല്ല കാമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ഓർത്തിട്ടാണ് എക്സാം കഴിഞ്ഞിട്ട് പറയാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം. സോ ഇപ്പം നിങ്ങളൊന്ന് വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചു, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒരു മനസ്സിലാക്കി ഇരുന്ന് പ്ലസ് ഞാനും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടതാണ് അനാറ്റോമി സോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ. ഈ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ആനിമേറ്റഡ് വീഡിയോസ് ആണ് കിട്ടുന്നത്. ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ മോസ്റ്റ്ലി കണ്ടത് നമ്മുടെ ഓസ്റ്റിയോളജിക്ക് വേണ്ടിയാണ്, അതായത് നമ്മുടെ ബോൺസിനെ പറ്റി പഠിക്കാൻ വേണ്ടി. കാരണം അതിനകത്ത് നല്ല ആനിമേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പ്ലസ് അതുപോലെ തന്നെ നെർവ്സോ ആർട്ടറീസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ നല്ല ഒറിജിൻ തൊട്ട് ടെർമിനേഷൻ വരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വെച്ച് കാണിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ ഞാൻ ഈ ഒരു പർപ്പസിന് വേണ്ടി, അതായത് ഓസ്റ്റിയോളജി പാർട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ നോസിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും മോസ്റ്റ്ലി അനാറ്റോമി സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുള്ളത്. അടുത്തത് നമ്മുടെ പ്രാക്ടിക്കൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡിസ്കഷൻ പ്രാക്ടിക്കൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ എക്സാംസിൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഡിസെക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽസ്. സോ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം സമയങ്ങളിലായിരിക്കും. അതായത് നമ്മൾ കുറേ ഓർഗൻ പഠിക്കും, നമ്മുടെ ലാരിങ്സ്, ഫാരിങ്സ്, അപ്പർ ലിംബ്, ലോവർ ലിംബ്, കുറേ കാര്യങ്ങൾ പഠിക്കും. നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്നത് വീഡിയോസ് അറിയാൻ
എപ്പോഴും കാണുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഓടി ചെന്ന് കാണുന്ന ഒരു വീഡിയോസ് ആണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനാറ്റോമി മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. മോസ്റ്റ്ലി എല്ലാ ഓർഗൻസിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഇയറിൽ വേണ്ട പ്രാക്ടിക്കലിന് വേണ്ടതായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പാർട്സ് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഓർഗൻസിനെ സെഷൻ പ്രാക്ടിക്കലിൽ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ രണ്ടാമതായിട്ട് പ്രാക്ടിക്കലിന് യൂസ് ചെയ്തിട്ടുള്ള വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഡിസെക്ഷൻ പ്രാക്ടിക്കലിനും അതുപോലെ തന്നെ നമ്മൾ എക്സ്റേക്കും വേണ്ടിയാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മളൊരു എക്സ്റേ നമ്മൾ തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കലിനുണ്ട്. സോ അതിന് രണ്ടിനുമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈവ ഓസി ഓഫ് അനാറ്റോമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. അതും ഭയങ്കര നല്ല വീഡിയോ ആണ്. നിങ്ങൾ അതിൽ ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഒരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയാണ് ഞാൻ അനാറ്റോമിക്ക് മെയിൻലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനലുകൾ. സോ അടുത്തതെന്ന് പറയുന്നത് ഫിസിയോളജിയാണ്. ഫിസിയോളജി മെയിൻ ആയിട്ട് യൂട്യൂബ് ചാനൽ കാണേണ്ടി വന്നിട്ടുള്ളത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന് കൺസെപ്റ്റിന് വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് വേണ്ടിയാണ്. നോട്ട്സിന് അങ്ങനെ വന്നിട്ടില്ല, കാരണം ഓൾറെഡി നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് നല്ല നോട്ട്സ് ആയിരുന്നു. സോ അതിന് വേണ്ടി യൂട്യൂബ് ചാനൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കൺസെപ്റ്റിന് വേണ്ടി മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത് രണ്ട് യൂട്യൂബ് ചാനലായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്ടർ ജി ഭാനുപ്രകാശ് എന്ന് പറഞ്ഞ സാറിന്റെ യൂട്യൂബ് ചാനലായിരുന്നു. അത് നല്ല വീഡിയോസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. രണ്ടാമതായിട്ട് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീല മെഡിക്കൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഭാനുപ്രകാശ് സാറിന്റെ വീഡിയോയിലും ഈ പറഞ്ഞ പോലെ ആനിമേറ്റഡ് വീഡിയോസ് തന്നെയാണ്, ഇതിലും ആനിമേറ്റഡ് വീഡിയോസ് ആണ്. അലീല മെഡിക്കൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, അതൊരു 4 മിനിറ്റോ 5 മിനിറ്റ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാൻ വേണ്ടി പറ്റും, ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ നോട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ലോങ് ആയിട്ട് വേണം എഴുതാൻ. മനസ്സിലായി? ഈ പഠിച്ച അതായത് ഒരു സംഭവത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല അട്രാക്റ്റീവായിട്ട് എഴുതണം. അതാണ് സംഭവം. അപ്പം നമുക്ക് ഓൾറെഡി നോട്ട് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് മാത്രം മതി. കാരണം നമ്മൾ നോട്ട്സ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. സോ നമുക്കത് ഒരു പിടുത്തം കിട്ടാതെ വരും. ഇതാകുമ്പോൾ വീഡിയോ കാണുമ്പോൾ ഓക്കെ കൺസെപ്റ്റ് ഇതാണ് സംഭവം അല്ലേ, ഇനി നമുക്ക് നോട്ട് എഴുതുമ്പോൾ കുറച്ച് സംഭവമായിട്ട് എഴുതാൻ വേണ്ടി ഇത് വായിക്കുന്നു, ആ ഒരു മൈൻഡിലേക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഈ രണ്ട് വീഡിയോസ് കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് പ്രാക്ടിക്കലാണ്. അപ്പോൾ പ്രാക്ടിക്കലിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ഫോക്കസ് വരുന്നത്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. റെസ്പിറേറ്ററി എക്സാമിനേഷൻ, കാർഡിയോവാസ്കുലർ എക്സാമിനേഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഇതുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്താ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, നന്നായിട്ട് പറയണം നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. സോ ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ ഒരു വീഡിയോ തന്നെ കുറേ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് MBBS ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ എല്ലാ സിസ്റ്റവും നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിൻ്റെ ഒരു നോളേജിൽ നമുക്ക് വേണ്ട സംഭവം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ തന്നെ ബ്ലഡ് നോക്കണം, പിന്നെ സ്മിയർ പ്രിപ്പറേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിന് വേണ്ടിയും ഞാൻ MBBS ഫിസിയോളജി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് കണ്ടത്. അതോടൊപ്പം തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെമറ്റോളജി പ്രാക്ടിക്കലിന് വേണ്ടി കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഫാർമസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ അകത്ത് ബ്ലഡ് ഗ്രൂപ്പിങ്ങും സ്മിയർ പ്രിപ്പറേഷനും അതെല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിന് MBBS ഫിസിയോളജി പിന്നെ സൊല്യൂഷൻ ഫാർമസി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ബയോകെമിസ്ട്രിയിൽ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ എനിക്ക് അങ്ങനെ കാണേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സാറ് തരും, നോട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സംഭവം, കൺസെപ്റ്റും പിടികിട്ടും, അതിൽ പക്കയാണ്. അപ്പോൾ നോട്ടും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബയോകെമിസ്ട്രി വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് കുറേ സൈക്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് കുറച്ചുകൂടെ നല്ല സിമ്പിളായിട്ട് പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയിട്ടുള്ളപ്പം മെയിനായിട്ട് കണ്ടിട്ടുള്ളത് 2 വീഡിയോസ് ആയിരുന്നു. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഡോക്ടർ രാജേഷ് ജംബുൾക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ജോഹരി MBBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു. ഈ 2 യൂട്യൂബ് ചാനലായിരുന്നു മെയിനായിട്ട് ബയോകെമിസ്ട്രിക്ക് കണ്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് പ്രാക്ടിക്കലിലും അങ്ങനെയാണ്. കാരണം പ്രാക്ടിക്കൽ ബയോകെമിസ്ട്രിയുടെ ഭയങ്കര കുറച്ചുകൂടെ സിമ്പിളാണ്. നമുക്ക് അത്രയും ഭയങ്കര
ഒരു പേടി വരുന്ന ഒരു പ്രാക്ടിക്കൽ അല്ല ബയോകെമിസ്ട്രിയുടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കണം അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ രാജേഷ് ജമ്പൂൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാറിൻ്റെ യൂട്യൂബ് ചാനലായിരുന്നു നോക്കിയിട്ടുള്ളത്. സോ ഇത്രയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നമുക്ക് അടുത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഡോക്ടർ നജീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ സാറിൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും പ്രത്യേകിച്ച് ന്യൂറോ അനാറ്റോമി അല്ലെങ്കിൽ ന്യൂറോ ഫിസിയോളജി ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അടുത്ത രണ്ടാമത് ഫിസിയോളജിക്കൽ ഡോക്ടർ നിജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ. അത് നിങ്ങൾക്ക് മോസ്റ്റ്ലി കേൾക്കാൻ പരിചയമുള്ള ഒരു പേര് തന്നെയായിരിക്കും. മോസ്റ്റ്ലി എല്ലാ യൂട്യൂബ് ചാനലിലും റെക്കമെൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാനും ഫസ്റ്റ് ഇയർ വന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അധികം പതിയെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു യൂട്യൂബ് ചാനലും ഫിസിയോളജി ഒക്കെയാണ് കൂടുതലായിട്ടൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈസിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വാച്ച് ചെയ്യാം. സോ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ചില യൂട്യൂബ് ചാനലെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും, അതെന്തായാലും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ജസ്റ്റ് കണ്ടു നോക്കൂ. ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഐഡിയ ഉണ്ടാക്കി വെക്കൂ. അപ്പോൾ ഞാൻ വീണ്ടും വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.